So good afternoon, my dear students. We can start today's class. So in the last class, we have discussed on the various types of AVR families. Actually, 4 types of AVR families we have discussed in last class. Today we will be discussing on the simplified block diagram and detailed block diagram of AVR microcontroller. That's also very important for the examination. Sure, ആയിട്ട് ചോദിക്കുന്ന ഒരു question ആണ്. So before moving into that, we will just compare the various companies. We will just introduce the various companies that is producing microcontrollers. So the main company which is producing AVR and 8051 is Atmel. നമുക്കറിയാം അറ്റ്മെൽ AVR അല്ലെങ്കിൽ അറ്റ്മെഗ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കമ്പനി നമ്മൾ മൈക്രോ കൺട്രോളേഴ്സിൻ്റെ പേര് പറയുന്നത്. സോ AVR ഫാമിലീസിൻ്റെ എക്സാമ്പിൾസ് കണ്ടപ്പോഴെല്ലാം നമ്മൾ അറ്റ്മെഗ 32, അറ്റ്മെഗ 64, അറ്റ്മെഗ 16 അങ്ങനെയൊക്കെയാണ് കണ്ടത്. സോ അറ്റ്മെൽ ഈസ് എ കമ്പനി വിച്ച് ഈസ് പ്രൊഡ്യൂസിങ് AVR and 8051 microcontrollers. The other company is Microchip, which is producing PIC 16 series and PIC 18 series. അപ്പോൾ PIC എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള എന്നാൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് വളരെ കുറവുള്ള ഒരു മൈക്രോ കൺട്രോളറാണ്. PIC പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതാണ് ശരിക്കും ഏറ്റവും എളുപ്പമുള്ളത്. കാരണം അതിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് വളരെ കുറവായത് കാരണം ജനറലി ഇറ്റ് ഈസ് ഈസി ഫോർ ദ യൂസർ ടു പ്രോഗ്രാം യൂസിങ് PIC മൈക്രോ കൺട്രോളർ. അപ്പോൾ PIC എന്നുള്ളത് ജനറലി നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്ന, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് Microchip. Then another company is Intel, which is very familiar to us. Intel's കുറേ മൈക്രോ പ്രൊസസ്സേഴ്സ് നമുക്കറിയാം. Intel 8051 മൈക്രോ കൺട്രോളറും Intel പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആർക്കിടെക്ചർ അറ്റ്മെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 8051 ആർക്കിടെക്ചറിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. Philips also produces 8051 microcontroller. The other company which produces microcontroller is Zilog. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളേഴ്സ് ആണ് Z8 and Z80, രണ്ട് മൈക്രോ കൺട്രോളേഴ്സ്. പിന്നെ ഉള്ളത് ഡെല്ലാസ് ആണ്, അത് അത്ര പോപ്പുലർ അല്ല. ദാറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് 8051 മൈക്രോ കൺട്രോളർ. പിന്നെ ഫ്രീസ്കെയിൽ ഇലക്ട്രോണിക്സ് ഇസ് വെരി പോപ്പുലർ വൺ. ഫ്രീസ്കെയിൽ ഇലക്ട്രോണിക്സ് ആക്ച്വലി പ്രൊഡ്യൂസസ് 68HC11 ആൻഡ് 68HCS08 എന്ന് പറയുന്ന ഈ രണ്ട് മൈക്രോ കൺട്രോളേഴ്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So if you are comparing the features of that 8051 അല്ലെങ്കിൽ 8052, രണ്ടിൻ്റെയും വലിയ മെമ്മറിയിലൊന്നും വ്യത്യാസങ്ങളില്ല. പിന്നെ PIC 18F452 എന്ന് പറയുന്ന PIC 18 സീരീസ് വരുന്നൊരു മൈക്രോ കൺട്രോളറാണ്. പിന്നെ അറ്റ്മെഗ 32. അപ്പോൾ ഈ മൂന്നെണ്ണം കമ്പയർ ചെയ്യുമ്പം പ്രോഗ്രാം റോം 8052 8K ആണ്. PIC 18Fനും അറ്റ്മെഗ 32നും പ്രോഗ്രാം റോം 32K ആണ്. അപ്പോൾ ഈ മെമ്മറീസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. പ്രോഗ്രാം റോം, ഡാറ്റ റോം, EEPROM എല്ലാം. പിന്നെ ഡാറ്റ റാം ഈസ് 8052 256 ബൈറ്റ്സ് ആണ്. PIC 18Fലും അറ്റ്മെഗ 32നും 2K ഡാറ്റ റാം ആണ്. EEPROMന്റെ സൈസ് PICൽ 256 ബൈറ്റ്സ് ആണ്, അറ്റ്മെഗയിൽ 1K ആണ്. 8051ലും 8052ലും EEPROM ഇല്ല. കമ്മിങ് ടു ടൈമേഴ്സ്, 8052ലും അറ്റ്മെഗ 32ലും 3 ടൈമേഴ്സ് ഉണ്ട്. PIC 18Fൽ 4 ടൈമേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് IO പിൻസ് നോക്കുകയാണെങ്കിൽ 8052ലും 8051ലും അറ്റ്മെഗ 32ലും 32 IO പിൻസ് ഉള്ളത്. PIC 18Fൽ 35 IO പിൻസ് ഉണ്ട്. അപ്പോൾ ഇത് 6 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച് കാണാറുള്ളതാണ്. കമ്പയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുമ്പം യു ഹാവ് ടു റൈറ്റ് ദി കമ്പനി ആൻഡ് ദ ആർക്കിടെക്ചർ and also you have to write just a comparison of these 3 microcontrollers. ഇതും ഇതുപോലെ ചോദിക്കാറുണ്ട്. It's easy. Now coming to the AVR packages, 4-5 തരത്തിലുള്ള പാക്കേജസിൽ AVR അവൈലബിൾ ആണ്. അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 പാക്കേജുകളാണ് DIP പാക്കേജും TQFT പാക്കേജും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ICs പഠിച്ച സമയത്ത്, നമ്മൾ LIC പഠിച്ച സമയത്ത് ലീനിയർ ICs പഠിച്ചപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പാക്കേജുകൾ പഠിപ്പിച്ചതെന്നാണ്. അതിൽ ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ് ആണ് കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതുപോലെ ഡിജിറ്റൽ ലാബുകളിലും നമ്മൾ LIC ലാബുകളിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ICs എല്ലാം DIP പാക്കേജിലാണ് വരുന്നത്. അപ്പോൾ DIP പാക്കേജ് എന്ന് പറയുന്ന സമയത്ത് ഡ്യുവൽ ഇൻ ലൈൻ ആണ്. അപ്പം 20 പിൻ IC ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 10 പിൻസ് ഉണ്ടാവും, റൈറ്റ് സൈഡിൽ 10 പിൻസ് ഉണ്ടാവും. ആ നോട്ട്സിൻ്റെ അവിടെ നിന്ന് വി വിൽ സ്റ്റാർട്ട് കൗണ്ടിങ്
താഴെ വരെ 1 മുതൽ താഴെ വരെ കൗണ്ട് ചെയ്യും. കൗണ്ട് ചെയ്ത് താഴെ എത്തുന്ന അത് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് നമ്പർ കൗണ്ട് ചെയ്യുന്നത്. ദെൻ വി വിൽ കൗണ്ട് ഫ്രം ബോട്ടം ടു ടോപ്പ്. സോ യു നോ എങ്ങനെയാണ് ഡ്യുവൽ ഇൻലൈൻ പാക്കേജിൽ കൗണ്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്കുള്ളത് TQFP പാക്കേജ് ആണ്. TQFP സ്റ്റാൻഡ്സ് ഫോർ തിൻ ക്വാഡ് ഫ്ലാറ്റ് പാക്കേജ്. അപ്പം ഈ രീതിയിലും ഇപ്പം നമ്മൾ 741 IC പഠിച്ചപ്പോഴും തിൻ ക്വാഡ് ഫ്ലാറ്റ് പാക്കേജിൽ 741 ICs അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഡിവൈസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഡിപ്പാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് PCBയുടെ സൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. 40 പിൻ IC ആണ്, അതങ്ങനെ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ PCBൻ്റെ സൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് TQFP പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ക്വയർ പാക്കേജ് ആയത് കാരണം നമുക്ക് ഏരിയ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. PCBക്കകത്ത് ഏരിയ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ്, എന്ത് ടൈപ്പാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് പാക്കേജുകൾ സെലക്ട് ചെയ്യാം. ഇതുകൂടാതെ വേറെയും 2-3 പാക്കേജുകളുണ്ട്, പക്ഷേ പോപ്പുലർ ആയിട്ടുള്ള 2 പാക്കേജസ് ഇതാണ്. ഇതിൽ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ പിൻ ഔട്ട് നമുക്ക് നോക്കാം, അതിൻ്റെ സ്ട്രക്ചറും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളതായിട്ടുള്ളൊരു PCB ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ TQFP പാക്കേജ് നമുക്ക് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാൻ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സോൾഡർ ചെയ്തിട്ട് നോർമൽ സോൾഡറിങ് അയൺ വെച്ച് സോൾഡർ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നതെല്ലാം നമുക്ക് ഡിപ്പ് പാക്കേജുകളെ നമുക്ക് പറ്റുള്ളൂ. TQFP പാക്കേജുകൾ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് വി ജനറലി പ്രൊമോട്ട് ഫോർ സ്മോൾ പ്രോജക്ട്സ് വി ജനറലി പ്രൊമോട്ട് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്ന ATmega 32 മൈക്രോചിപ്പിൻ്റെ ATmega 32 എന്ന് പറയുന്ന IC. ഇതിൻ്റെ പിൻ ഔട്ടാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സോ ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് പിൻ നമ്പർ എടുക്കേണ്ടത് എന്നുള്ളത്. നോച്ച് എടുക്കുന്നു, നോച്ചിനോട് ചേർന്നിട്ട് നോച്ചിൻ്റെ അടുത്ത് വരുന്ന പിൻ എന്ന് പറയുന്നത് 1 ആണ്. 40 പിൻ IC ആയതുകൊണ്ട് 1 മുതൽ നമ്മൾ താഴേക്ക് കൗണ്ട് ചെയ്യും 20 വരെ. താഴെ വന്നതിന് 20ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും 21, പിന്നെ 21 നേരെ മുകളിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യും 40 വരെ. ഇതാണ് നമുക്ക് ഇതിൻ്റെ പിൻ ഔട്ട് വരുന്നത്. അപ്പോൾ 8051 പിൻ ഔട്ട് നിങ്ങൾ 40 പിൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഇതത്. അപ്പോൾ 8051 പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പല പിന്നുകളും മൾട്ടിപ്ലക്സ്ഡ് ആണ്. മീൻസ് ഒരു പിന്നിന് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിന്നിന് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് 40 പിന്നിൽ ഇതിനെ ഒതുക്കാൻ പറ്റുന്നത്. അല്ലാതെ ഓരോ ഫംഗ്ഷനും ഓരോ പിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 40 പിന്ന് സെർവ് ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ 80 പിന്ന് വേണ്ടി വരും. സോ യുവർ IC വിൽ ബി മോർ ബൾക്കി. സോ വാട്ട് വി ജനറലി ഡു ഈസ് ദാറ്റ് വി വിൽ മൾട്ടിപ്ലക്സ് ദ ഫങ്ഷൻസ് ഓഫ് ICs, ദ പിൻ നമ്പേഴ്സ്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 രീതിയിൽ 4 കാര്യങ്ങൾ കാണാം. പിൻ നമ്പർ 1 to 8 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് PB. Pin number 33 to 40 is given as PA. Pin number 14 to 21 is given as PD. And pin number 22 to 29 is given as PC. It actually stands for the ports. Ports ആണ്. എന്താണ് പോർട്ട്, എന്തിനാണ് പോർട്ട്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ മൈക്രോ കൺട്രോളറിൽ പഠിച്ചിട്ടുണ്ട്. So these ports are generally called as I/O port, which stands for input-output port. That is, a single port can be configured as an input port, or the same port can be configured as an output port. If you are configuring a port as an input port, we can connect an input device to the microcontroller. And if you are configuring the port as an output port, we can connect an output device to the port. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും നമുക്ക് ഒരേ പോർട്ടിൽ തന്നെ കണക്ട് ചെയ്യാം. നമ്മൾ അതിനെ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് പോർട്ട് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസ് ജസ്റ്റ് ലൈക്ക് കീപാഡ് നമുക്ക് കണക്ട് ചെയ്യാം അതിലേക്ക്. അതിനുപോലെ നമ്മൾ അതിനെ കോൺഫിഗർ ചെയ്യുന്നത് ഔട്ട്പുട്ട് പോർട്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടറോ അല്ലെങ്കിൽ LCDയോ LED അങ്ങനെയുള്ള ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ 8051 പഠിച്ചപ്പം നിങ്ങൾ 8051 4 പോർട്ടുകളുണ്ട്. ഓരോ പോർട്ടിൻ്റെയും വിഡ്ത്ത് 8 ബിറ്റാണ് അല്ലേ. ആ 4 പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച പേരുകൾ പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3. ഈച്ച് പോർട്ട് ഈസ് 8 ബിറ്റ് വൈഡ്.
ഇപ്പോൾ പോർട്ട് 0 എന്ന് പറയുമ്പം 8 പിന്ന് അത് കൺസ്യൂം ചെയ്യും. പോർട്ട് 1 8 പിന്ന് കൺസ്യൂം ചെയ്യും. പോർട്ട് 2 8 പിന്ന് കൺസ്യൂം ചെയ്യും. പോർട്ട് 3യും 8 പിന്ന് കൺസ്യൂം ചെയ്യും. ഇവിടെ നമ്മൾ പോർട്ട് 0 1 2 3 എന്ന് പറയുന്നതിന് പകരം നമ്മൾ പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി, പോർട്ട് ഡി, അങ്ങനെയാണ് നമ്മൾ ഇതിനെ പോർട്ട്സ് നെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോർട്ട് എ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം 8 ബിറ്റ്. ഇവിടെയും 8051 പോലെ തന്നെ പോർട്ട്സ് എല്ലാം 8 ബിറ്റ് വൈഡ് ആണ്. അപ്പോൾ PA0 മുതൽ PA എന്ന് പറയുന്നതാണ് പോർട്ട് എ. ഓറഞ്ച് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത് പോർട്ട് എ ആണ്. PA0 എന്ന് പറയുന്ന ആ പോർട്ടിന്റെ LSBയും PA7 എന്ന് പറയുന്നത് അതിന്റെ MSBയും ആണ്. അതിന്റെ മൾട്ടിപ്ലസ്ഡ് ഫംഗ്ഷൻ ആണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്, അതായത് അതിന്റെ ഡ്യുവൽ ഫംഗ്ഷൻ. ADCയിലേക്ക് കണക്ട് ചെയ്യുന്നത് ആ പിന്നിൽ നിന്നാണ് നമ്മൾ ADCയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ADC 8 ബിറ്റ് ADC ആണ്. ആ ADCയിലേക്ക് നമുക്ക് ADC ഔട്ട്പുട്ട് അവിടെ അവൈലബിൾ ആണ്. അതായത് അനലോഗ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് ഇൻബിൽഡ് ADC ഇതിനകത്തുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്ക് പോർട്ട് എയിൽ, അതായത് 33 മുതൽ 40 വരെയുള്ള പിന്നുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അതിനെ പോർട്ട് എയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ADC ഔട്ട്പുട്ട് പിന്ന് കണക്ട് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. അതുപോലെ പോർട്ട് ബി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും പല മൾട്ടിപ്പിൾ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പോർട്ട് സി കൺസിഡർ ചെയ്താൽ അതിൽ പല മൾട്ടിപ്പിൾ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പോർട്ട് ഡി എടുത്താലും അതിൽ പല മൾട്ടിപ്പിൾ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് പോർട്ട് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം, ഓരോ പോർട്ടിൻ്റെയും മൾട്ടിപ്പിൾ ഫങ്ഷൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ പോർട്ട് എ 8 പിന്ന് കൺസ്യൂം ചെയ്തു, ബി 8 പിന്ന് കൺസ്യൂം ചെയ്തു, സി 8 പിന്ന് കൺസ്യൂം ചെയ്തു, ഡി 8 പിന്ന് കൺസ്യൂം ചെയ്തു. 32 പിന്ന് പോയി. ബാക്കി നമുക്ക് 40 32 പോയാൽ പിന്നെ നമുക്ക് 8 പിന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 14 മുതൽ 21 വരെയാണ് പോർട്ട് ഡി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 14 മുതൽ 20 വരെ ഉള്ള 7 പിന്ന് ഇടത് ഭാഗത്തും 21 എന്ന പോയിന്റിലുള്ള 8ാമത്തെ പിന്ന് വലത് ഭാഗത്തുമാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. PD0, PD1 മുതൽ PD6 വരെ ലെഫ്റ്റ് സൈഡിൽ കാണാം, പക്ഷെ PD7 ഈസ് മാർക്ക്ഡ് ഓൺ ദ റൈറ്റ് സൈഡ്. അപ്പോൾ അതും വിട്ടുപോകരുത്. ഇതിലുള്ള പലരും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. VCC എന്താണെന്നറിയാം, ഗ്രൗണ്ട് എന്താണെന്നറിയാം, റീസെറ്റ് എന്താണെന്നറിയാം. റീസെറ്റിന് പറയുന്നതിൻ്റെ മുകളിൽ നമ്മളൊരു വര വരച്ചിട്ടുണ്ട്, റീസെറ്റ് ബാർ ആണ്. എന്ന് പറഞ്ഞാൽ വെന്നെവർ ദാറ്റ് ഇസ് എൻ ആക്റ്റീവ് ലോ ഇൻപുട്ട്. എന്താണ് ആക്റ്റീവ് ലോ ഇൻപുട്ടും ആക്റ്റീവ് ഹൈ ഇൻപുട്ടും തമ്മിലുള്ള വ്യത്യാസം? ആക്റ്റീവ് ഹൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ട് ആക്റ്റീവ് ആവുന്നത് നമ്മൾ ആ പിന്നിലേക്ക് ഒരു ഹൈ കൊടുക്കുമ്പോഴാണ്, അതായത് 5 വോൾട്ട് കൊടുക്കുമ്പോഴാണ്. അതേപോലെ ആക്റ്റീവ് ലോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ഹൈ കൊടുത്താൽ ഒരു പ്രയോജനമില്ല, നമ്മൾ അതിലേക്ക് ലോ കൊടുക്കുന്ന സമയത്താണ് അത് ആക്റ്റീവ് ആവുന്നത്. അപ്പം നോർമൽ ആക്റ്റീവ് ഹൈ പിന്നുകളെല്ലാം നമ്മൾ വെറുതെ എഴുതുകയും ആക്റ്റീവ് ലോ പിന്നുകളെല്ലാം നമ്മൾ മുകളിൽ ബാർ ഇട്ടിട്ട് എഴുതുകയുമാണ് ചെയ്യുക. അപ്പോൾ ജനറലി എല്ലാ മൈക്രോ കൺട്രോളേഴ്സിൻ്റെയും റീസെറ്റ് പിന്നെ ആക്റ്റീവ് ലോ ആയിരിക്കും. അധികവും റീസെറ്റ് പിന്നുകൾ ആക്റ്റീവ് ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ പിന്നിനെ എടുത്ത് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്താൽ മാത്രമേ അത് റീസെറ്റ് ആയി പോകുള്ളൂ. അപ്പോൾ റീസെറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്കറിയാം മെമ്മറി ലൊക്കേഷൻസ് ഡീഫോൾട്ട് മെമ്മറി ലൊക്കേഷൻസിലേക്ക് പോകും, സ്റ്റാക്ക് ഡീഫോൾട്ട് ലൊക്കേഷനിലേക്ക് പോകും, എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളുടെയും വാല്യൂ അതിൻ്റെ ഡീഫോൾട്ടായ 0യിലേക്ക് മാറും. എല്ലാം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ മാറും വെൻ വി ആർ റീസെറ്റിംഗ് ഇറ്റ്. അപ്പോൾ റീസെറ്റ് നിങ്ങൾക്കറിയാം, VCC അറിയാം, ഗ്രൗണ്ട് അറിയാം. XTAL1 and XTAL2 also you know. There is an inbuilt clock in this microcontroller, but we can connect an external clock to the crystal terminal. XTAL1 and XTAL2 എന്ന് പറയുന്നത് ക്രിസ്റ്റൽ കണക്ഷൻസ് ആണ്. നമ്മൾ അതിലേക്ക് ഒരു ക്രിസ്റ്റലും 2 കപ്പാസിറ്ററും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്രിസ്റ്റലിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്താണോ ആ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് നിങ്ങളുടെ മൈക്രോ കൺട്രോളറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതെല്ലാം നിങ്ങൾ 8051 സെയിം ടെർമിനൽസ് ആണ്. അതിലും VCC ഗ്രൗണ്ടും ഉണ്ട്, റീസെറ്റും ഉണ്ട്, ക്രിസ്റ്റൽ 1ഉം 2ഉം ഉണ്ട്. ക്രിസ്റ്റൽ 1ഉം 2ലേക്കാണ് നമ്മൾ ക്രിസ്റ്റൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് 3 ടെർമിനൽസ് കാണാം. A റെഫറൻസ്, A VCC, ഗ്രൗണ്ട്. അത് 3ഉം ഇറ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ ADC. ഈ 3 ടെർമിനലും ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് യുവർ ADC. ADCയുടെ VCC ആണ്. A VCC എന്ന് പറയുന്നത് ADCയുടെ VCC. A റെഫറൻസ് എന്ന് പറയുന്നത് ADCയുടെ റെഫറൻസ് വോൾട്ടേജ്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ADCയുടെ ഗ്രൗണ്ട്. ഇതാണ് ഒരു എന്താ പറയുക ബേസിക് ലെവലിൽ നമ്മളുടെ
അറ്റ്മെഗ 32ൻ്റെ പിൻ ഔട്ട്. ഇപ്പം 4 പോർട്ട് ഉണ്ട്. 4 പോർട്ടുകൾ മൾട്ടിപ്ലക്സ്ഡ് ആണ് വിത്ത് മെനി അതർ ഫങ്ഷൻസ്. പോർട്ടുകളുടെ പേര് PA, PB, PC, PD. പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി, പോർട്ട് ഡി. ഓരോന്നിൻ്റെയും ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലക്സ്ഡ് ഫങ്ഷൻസ് ആണ്. പിന്നെ നമുക്കുള്ള 8 ടെർമിനലിനകത്ത് ഒരെണ്ണം റീസെറ്റ്, ഒരെണ്ണം VCC, ഒരെണ്ണം ഗ്രൗണ്ട്, പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ ക്ലോക്ക് കണക്ട് ചെയ്യാനുള്ള ക്രിസ്റ്റൽ കണക്ഷൻ 2ഉം 1ഉം. റൈറ്റ് സൈഡിലുള്ള 3 എന്ന് പറയുന്നത് ADCയുടെ ടെർമിനൽസ് ആണ്. ADCയുടെ റെഫറൻസ്, ADCയുടെ VCC, ADCയുടെ ഗ്രൗണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ പിൻ ഔട്ട് ഓഫ് അറ്റ്മെഗ 32. ഇമ്പോർട്ടൻ്റ് ആണത്, എക്സാമിന് ചോദിക്കും. നോ കമ്മിങ് ടു ദി ഫീച്ചേഴ്സ് ഓഫ് അറ്റ്മെഗ 32. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു. ആ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് AVR ഫാമിലിയുടെ അല്ലെങ്കിൽ AVR മൈക്രോ കൺട്രോളറിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് അറ്റ്മെഗ 32ൻ്റെ മാത്രം ഫീച്ചേഴ്സ്. അപ്പോൾ എക്സാമിന് ചോദിക്കും, ഇത് രണ്ടും മാറി ചോദിക്കാറുണ്ട്. ലിസ്റ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് AVR മൈക്രോ കൺട്രോളർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പറയണം. ലിസ്റ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് അറ്റ്മെഗ 32 എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയണം. സോ അറ്റ്മെഗ 32 ഇസ് എ ഹൈ പെർഫോമൻസ് ലോ പവർ 8-bit മൈക്രോ കൺട്രോളർ. നമുക്ക് ഓൾറെഡി അറിയാം ഡാറ്റാ ബസിൻ്റെ സൈസ് 8 bit ആണ്. അപ്പോൾ ഇത് ഒരു 8 bit മൈക്രോ കൺട്രോളറാണ്. ഹൈ പെർഫോമൻസ് മൈക്രോ കൺട്രോളറാണ്. പക്ഷേ 8051 കമ്പയർ ചെയ്യുന്ന സമയത്ത് പവർ കൺസംഷൻ കുറവാണ്. സോ ഇറ്റ്സ് എ ലോ പവർ മൈക്രോ കൺട്രോളർ. As I have already discussed, it is having, just like an AVR family, it is having an advanced RISC architecture. അഡ്വാൻസ്ഡ് റിസ്ക് ആർക്കിടെക്ചർ അതിനുള്ളത് 131 ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ സൈസ് ചോദിച്ചാൽ 131 ഇൻസ്ട്രക്ഷൻസ് ഇതിനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, പിക്ക് പോപ്പുലർ, കുറച്ചും കൂടി പോപ്പുലർ ആവാനുള്ള കാരണം എന്നാൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് 32 ഇൻസ്ട്രക്ഷൻസേ പിക്കിന് ആകെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ 32 ഓർത്ത് വെച്ചാൽ മതി. ഇതിനകത്താണെങ്കിൽ 131 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് കോഡിങ് വിൽ ബി ലിറ്റിൽ ഡിഫിക്കൽട്ട് ഇഫ് യു ആർ കോഡിങ് യൂസിങ് അസംബ്ലി ലാംഗ്വേജ്. ബട്ട് ഇഫ് യു ആർ കോഡിങ് യൂസിങ് C, there is no difference between if we are using a PIC microcontroller or if we are using an AVR microcontroller or if we are using an 8051 microcontroller. അപ്പോൾ അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ് 131 ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ 8051 കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക ഓപ്പറേഷൻസും സിംഗിൾ ക്ലോക്ക് സൈക്കിൾ ഓപ്പറേഷൻസ് ആണ്. 8051 പഠിച്ച സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്നും നിങ്ങൾ ഡേറ്റ എടുക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് 3 ക്ലോക്ക് സൈക്കിളൊക്കെ വേണ്ടി വരും. സോ ദർ ആർ ഇൻ 8051 ദർ ആർ സിംഗിൾ ക്ലോക്ക് സൈക്കിൾഡ് ഓപ്പറേഷൻസ്, 2 ക്ലോക്ക് സൈക്കിൾഡ് ഓപ്പറേഷൻസ്, 3 ക്ലോക്ക് സൈക്കിൾഡ് ഓപ്പറേഷൻസ്. ഇതിനകത്ത് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ക്ലോക്ക് സൈക്കിൾഡ് ഓപ്പറേഷൻസ് ആണ് മെജോറിറ്റി. 1-2 മാത്രമേ ഉള്ളൂ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ ഓപ്പറേഷനിൽ തീരാത്തത്. പിന്നെ ഇതിനകത്ത് 38 bit സൈസുള്ള 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ദിസ് ഈസ് സെയിം ആസ് 8051. 8051 വാസ് ഓൾസോ ഹാവിങ് 8051 ഇങ്ങനെ തന്നെ. 8051 ഓൾസോ ഈസ് ഹാവിങ് ദ സെയിം 8 ബിറ്റുള്ള 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഓർത്ത് നോക്കുക, 4 ബാങ്കുകളായിട്ടാണ് അതിൽ ഡിവൈഡ് ചെയ്തിരുന്നത്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ഓരോ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. R0, R1, R2, R3, R4, R5, R6, R7. 8051 കാര്യമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് 8051 ഉണ്ടായിരുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ് 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിന് ബാങ്കുകളില്ല. ഇവിടെ ബാങ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ദ നെയിം വേരീസ് ഫ്രം R0 to R31. മറ്റേതിൻ്റെ പ്രോബ്ലം അതായിരുന്നു, നമ്മൾ ഒരു ബാങ്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് വേറെ ബാങ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി അറ്റ് എ ടൈം വി ക്യാൻ യൂസ് ഓൺലി 8 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 8051. അറ്റ്മെഗ 32 നമ്മൾ ബാങ്കുകളായിട്ട് ഇതിനെ മാറ്റിയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് R0 മുതൽ R31 വരെയുള്ള 32 ജനറൽ പർപ്പസ് രജിസ്റ്ററും എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഫുള്ളി സ്റ്റാറ്റിക് ഓപ്പറേറ്റിംഗ് ആണ്. ഇത് ഫുൾ ഓപ്പറേഷൻ മുഴുവൻ സ്റ്റാറ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് പറയുകയാണെങ്കിൽ 16 MHz ക്ലോക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് 16 MIPS ആണ്. MIPS ജനറലി നമ്മൾ മൈക്രോ കൺട്രോളേഴ്സിൻ്റെ സ്പീഡ് പറയുന്നത് മിപ്സിലാണ്, യൂണിറ്റ് ആണ്.
MIPS stands for million instructions per second. So MIPS stands for million instructions per second. ഇതാണ് ഇതിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ്. യൂണിറ്റ് യൂസ്ഡ് ടു മെഷർ ദി സ്പീഡ് ഓഫ് മൈക്രോ കൺട്രോളർ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. മിപ്സ് മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഇപ്പോൾ 16 മെഗാ ഹെർട്സ് ക്ലോക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 16 മില്യൺ ഇൻസ്ട്രക്ഷൻസിന് ഇതിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ യു കൻ വിഷ്വലൈസ് ദ സ്പീഡ് ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്. 131 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, 8 ബിറ്റ് സൈസുള്ള 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ബാങ്കുകളിലൊന്നുമല്ല, എല്ലാ രജിസ്റ്റേഴ്സും എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. ഫുള്ളി സ്റ്റാറ്റിക് ഓപ്പറേറ്റിംഗ് ആണ് നിങ്ങളുടെ മൈക്രോ കൺട്രോളർ. സ്പീഡ് നോക്കുകയാണെങ്കിൽ 16 മെഗാ ഹെർട്സ് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം 16 മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ സ്പീഡ്. ഇനി ഇതിൻ്റെ മെമ്മറി നോക്കാം നമുക്ക്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഇതിന് ഫ്ലാഷ് മെമ്മറി ഉണ്ട്, റാം ഉണ്ട്, EEPROM ഉണ്ട്. ഫ്ലാഷ് മെമ്മറി ആണ്. സെക്കൻഡ് കാരണം ഞാൻ ക്ലാസ്സില്ല, എന്തായാലും ഞാൻ ക്ലാസ്സിലായിരുന്നു. എന്തായാലും ക്ലാസ്സില്ല, ഞാൻ വിളിച്ചാൽ മതിയോ? So ഫ്ലാഷ് മെമ്മറി, ഫ്ലാഷ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ പ്രോഗ്രാം മെമ്മറി. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞതാണ്. കാരണം ഇറ്റ്സ് വെരി ഈസി ടു ഇറൈസ് യുവർ ഫ്ലാഷ്. ഒരു നോർമൽ പ്രോമിനെ നമ്മൾ 20 മിനിറ്റ് എടുത്തിട്ട് ഇറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ്സ് മതി ഒരു ഫ്ലാഷ് മെമ്മറിനെ ഇറൈസ് ചെയ്ത് കളയാനായിട്ട്. അപ്പം അത് ഓർത്താൽ തന്നെ അറിയാം. കാരണം ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഫ്ലാഷ് മെമ്മറിയാണ് നിങ്ങളുടെ USB ഡ്രൈവ്. So we know that it is very easy to erase and rewrite the things in an USB. അപ്പോൾ അതേപോലത്തെ USB-യിൽ യൂസ് ചെയ്യുന്ന അതേ ഫ്ലാഷ് മെമ്മറി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാം മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ പ്രോഗ്രാമിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 32 കിലോബൈറ്റ് ആണ്. 32 കിലോബൈറ്റ് ഫ്ലാഷ് മെമ്മറി, ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രോഗ്രാം മെമ്മറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം. ഡേറ്റാ മെമ്മറി വേറെയുണ്ട്, പ്രോഗ്രാം മെമ്മറി വേറെയുണ്ട്. ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആർക്കിടെക്ചർ ഹാർവാർഡ് ആർക്കിടെക്ചറാണ്. ഹാർവാർഡ് ആർക്കിടെക്ചറിന് ഡേറ്റാ മെമ്മറി വേറെയാണ്, പ്രോഗ്രാം മെമ്മറി വേറെയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരേ സമയത്ത് നമുക്ക് പ്രോഗ്രാം മെമ്മറിയും ഡേറ്റാ മെമ്മറിയും ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദർ വോണ്ട് ബി എ ലേറ്റൻസി. ഇതൊക്കെ ഓർത്തിരിക്കണേ. പിന്നെ EEPROM ഉണ്ട്. EEPROMിൻ്റെ സൈസ് 1 കിലോബൈറ്റ് ആണ്. നമുക്കറിയുന്ന പോലെ തന്നെ EEPROM ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് സം ഡേറ്റ which is required to be stored even if the supply is being lost. അപ്പം നമുക്കറിയാം വോളറ്റൈൽ മെമ്മറി അല്ലെങ്കിൽ റാമിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഈ ബൂട്ട് ലോഡർ പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെമ്മറി വേണം. അത് ആ മെമ്മറി എങ്ങനെയായിരിക്കണം? സപ്ലൈ പോയി കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഡേറ്റ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരു EEPROM ഉണ്ട്, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി. അതിൻ്റെ സൈസ് 1 കിലോബൈറ്റ് ആണ്. അപ്പം ഇതിനകത്ത് ഈ രണ്ടെണ്ണം EEPROM-ഉം SRAM-ഉം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റാ മെമ്മറി ആയിട്ടാണ്. ബോത്ത് ഓഫ് ദീസ് ആർ ഡേറ്റാ മെമ്മറി. അതൊക്കെ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, ഒന്നുകൂടെ പറയുന്നുള്ളൂ. പിന്നെ ഉള്ളത് SRAM ആണ്. SRAM ആണ് ശരിക്കും നമ്മുടെ പ്രോഗ്രാം മെമ്മറി, നമ്മുടെ ഡേറ്റാ മെമ്മറി. അതിൻ്റെ സൈസ് 2 കിലോബൈറ്റ് ആണ്. അപ്പോൾ EEPROM 1 കിലോബൈറ്റ്, SRAM 2 കിലോബൈറ്റ്, ഫ്ലാഷ് 32 കിലോബൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് ഇതിനെ ഇറേസ് ചെയ്ത് റൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫ്ലാഷിനെ നമുക്ക് 10,000 തവണ റീറൈറ്റ് ചെയ്യാം. EEPROM-നെ നമുക്ക് 1,00,000 ടൈംസ് റീറൈറ്റ് ചെയ്യാം. അത്രയും കപ്പാസിറ്റി ഉണ്ട് ഈ മെമ്മറിക്ക്. ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്ത് പിന്നെ റീറൈറ്റ് ചെയ്ത് അങ്ങനെ ഫ്ലാഷ് മെമ്മറിനെ 10,000 ടൈംസ് റീറൈറ്റ് ചെയ്യാം. EEPROM-നെ 1,00,000 ടൈംസ് റീറൈറ്റ് ചെയ്യാം. പിന്നെ ഡേറ്റ റിറ്റൻഷൻ, എത്ര കാലത്തേക്ക് നമുക്ക് ഡേറ്റ നഷ്ടപ്പെടാതെ ഇതിൽ നിർത്താം എന്നുള്ളത് 85 ഡിഗ്രി സെൽഷ്യസിൽ, 85 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ പോലും ഇറ്റ് ക്യാൻ ഹോൾഡ് അപ് ടു 20 years. നോർമൽ നമ്മളുടെ റൂം ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും എടുക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ ഇതിൻ്റെ ഡേറ്റ റിറ്റൻഷൻ 100 years ആണ്. ഓക്കെ, പിന്നെ ഇതിന് ഇൻ സിസ്റ്റം പ്രോഗ്രാമിംഗ്
ഓൺ ചിപ്പ് ബോട്ട് പ്രോഗ്രാം. ഓൺ ചിപ്പ് ബോട്ട് പ്രോഗ്രാമിന് വേണ്ടി ഇതിൻ്റെ ഇൻ സിസ്റ്റം പ്രോഗ്രാമിംഗ് ഓൾറെഡി ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ പറയാനുള്ളത് പെരിഫറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പെരിഫറൽ ഡിവൈസസ് ഇതിലുള്ളത്. 2 8-ബിറ്റ് ടൈമർ അല്ലെങ്കിൽ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞ 3 ടൈമേഴ്സ് ഉണ്ട്. ടൈമർ 0, ടൈമർ 1, ടൈമർ 2. ഇതിൽ ടൈമർ 2ഉം ടൈമർ 1ഉം 8-ബിറ്റ് ടൈമേഴ്സ് ആണ്. ടൈമർ 1 ആൻഡ് ടൈമർ 2, സോറി ടൈമർ 0 ആൻഡ് ടൈമർ 2. ഇത് രണ്ടും 8-ബിറ്റ് ടൈമറാണ്. ടൈമർ 1 ഈസ് ദ 16-ബിറ്റ് ടൈമർ. ടൈമർ 1 ഈസ് എ 16-ബിറ്റ് ടൈമർ. അപ്പോൾ ലെഫ്റ്റ് സൈഡ്. സോ 2 8-ബിറ്റ് ടൈമർ കൗണ്ടേഴ്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ഡ്രോയിലുണ്ട് സാർ. ഓക്കെ, അപ്പം 3 ടൈമേഴ്സ് അങ്ങനെയുണ്ട്. പിന്നെ ഒരു റിയൽ ടൈം കൗണ്ടർ വിത്ത് സെപ്പറേറ്റ് ഓസിലേറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് PWM ചാനൽസ് എത്ര ഉണ്ട്? 4 PWM ചാനൽസ് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ കമ്മിങ് ടു ദി ADC. ADC 8 ചാനൽ 10-ബിറ്റ് ADC ആണ്. 8 ചാനൽ ഉണ്ട്, 10-ബിറ്റ് ADC ആണ്. സോ 8 സിംഗിൾ എൻഡഡ് ചാനൽസ് ഇറ്റ് ഈസ് ഹാവിംഗ്. 7 differential channels in TQFP package only, and 2 differential channels with a programmable gain at 1x speed, 10x speed and 200x speed. അതാണ് ഇതിൻ്റെ ഇൻബിൽഡ് ADCന്റെ പ്രത്യേകതകൾ. പിന്നെ എന്തുണ്ട്? ബൈറ്റ് ഓറിയന്റഡ് 2-വയർ സീരിയൽ ഇന്റർഫേസ്. ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് സീരിയൽ ഇന്റർഫേസ് ഉണ്ട്. ബൈറ്റ് ഓറിയന്റഡ് ആണ്, 2 വയേഴ്സ് ആണ്. നമ്മൾ 8051 പോലെ തന്നെ 1 വയർ ഈസ് കോൾഡ് RX ആൻഡ് അതർ വയർ ഈസ് കോൾഡ് TX. ഒരു റിസീവർ ഉണ്ട്, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. 2 വയർ സീരിയൽ ഇന്റർഫേസ്. പിന്നെ ഇതിനെന്താ ഉള്ളത്? പ്രോഗ്രാമബിൾ സീരിയൽ USART. USART സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ സിൻക്രണസ് അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. ദാറ്റ് ഈസ് ഓൾസോ എ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്. യൂണിവേഴ്സൽ സിൻക്രണസ് അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. ഒരു പ്രോഗ്രാമബിൾ സീരിയൽ USART ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലെന്താ ഉള്ളത്? SPI ഉണ്ട്. ഇറ്റ്സ് എ മാസ്റ്റർ സ്ലേവ് SPI സീരിയൽ ഇന്റർഫേസ്. അപ്പോൾ SPI കമ്മ്യൂണിക്കേഷനകത്ത് ഒരു ഡിവൈസ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യും, മറ്റേ ഡിവൈസ് സ്ലേവ് ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു SPI സീരിയൽ ഇന്റർഫേസ് അറ്റ്മിക 32 ഉണ്ട്. പിന്നെ 8051 കമ്പയർ ചെയ്യുമ്പം ഇതിനുള്ള വേറൊരു എക്സ്ട്രാ characteristics ആണ്. It is having a watchdog timer. Watchdog timer, it's a programmable watchdog timer with separate on-chip oscillator. അപ്പോൾ ആ watchdog timer എന്ന് പറയുന്ന യൂസർക്ക് തന്നെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ അതിന് മാത്രമായിട്ട് ഒരു ഓൺ-ചിപ്പ് ഓസിലേറ്റർ ഉണ്ട്. അപ്പോൾ ഈ watchdog timer എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ലൂപ്പിനകത്ത് കയറി. ആ ലൂപ്പിനകത്ത് കയറിയിട്ട് ആ ലൂപ്പ് എങ്ങാനും ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം അവിടെ സ്റ്റക്ക് ആവും. കണ്ടിന്യൂസ് ആയിട്ട് ആ ഇൻഫിനിറ്റ് ലൂപ്പിനകത്തായിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാച്ച്ഡോഗ് ടൈമർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ടും ഒരു ലൂപ്പിനകത്ത് നിന്നും ഇത് പുറത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ what happens is that watchdog timer will reset ഒരു സെക്കൻഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ പർപ്പസ് ഓഫ് വാച്ച്ഡോഗ് ടൈമർ. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ഇൻഫിനിറ്റ് ലൂപ്പിനകത്തേക്ക് നിങ്ങളുടെ പ്രോഗ്രാം എൻ്റർ ചെയ്യുകയാണെങ്കിൽ വാച്ച്ഡോഗ് ടൈമർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി അത് അവിടെ തന്നെ ഇൻഫിനിറ്റ് ആയിട്ട് അവിടെ തന്നെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ വാച്ച്ഡോഗ് ടൈമർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ സീ ദാറ്റ് വെദർ യുവർ പ്രോഗ്രാം ഈസ് സ്റ്റക്ക് അറ്റ് സം ലൂപ്പ്. ഏതെങ്കിലും ലൂപ്പിൽ സ്റ്റക്കായി കിടക്കുകയാണെന്ന് നോക്കും. അങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളൊരു ടൈം കൊടുക്കുകയാണ്. അതായത് ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇത്രയും സമയം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാച്ച്ഡോഗ് ടൈമറിന് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളൊരു സമയം പറയും, കാരണം അതൊരു ടൈമറാണ്. അതിന് കൊടുക്കുന്ന സമയം കഴിഞ്ഞിട്ടും ഒരു ലൂപ്പിൽ നിന്നും ഇത് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് മാറിപ്പോയി എന്നുള്ളതും
നമുക്ക് ആ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരേണ്ട സാഹചര്യമാണ് എന്നുള്ളതും മൈക്രോ കൺട്രോളറിനെ അറിയിക്കുകയും മൈക്രോ കൺട്രോളർ റീസെറ്റ് ചെയ്യുകയും അത് തന്നെ റീസെറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് വാച്ച് ഡോഗ് ടൈമർ. ഇതൊക്കെ ഓർത്ത് വെക്കണം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഇതിനുള്ളത് ഓൺ ചിപ്പ് അനലോഗ് കമ്പാരേറ്റർ. ഒരു കമ്പാരേറ്റർ ഉണ്ട്, കാണിച്ചു തരാം. അതിലേക്ക് നമുക്ക് ADCയുടെ കൊടുക്കുന്ന ഇൻപുട്ടിനെയും എല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. Now coming to the rest of the features, the special microcontroller features or the special features of Atmega 32 are power on reset and programmed brown down detection. അത് ഇനി വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബ്രൗൺ ഡൗൺ ഡിറ്റക്ഷൻ എന്താണെന്നുള്ളത് അത് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇന്റേണൽ കാലിബ്രേറ്റഡ് RC ഓസിലേറ്റർ. ഇതിനകത്ത് തന്നെ ഒരു RC ഓസിലേറ്റർ ഉണ്ട് വിച്ച് ഈസ് കാലിബ്രേറ്റഡ്. പിന്നെ ഇൻട്രപ്റ്റ് സോഴ്സസ് ഉണ്ട്. ദർ ആർ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ആൻഡ് ഇന്റേണൽ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ നിങ്ങൾ HF5 പഠിച്ചിട്ടുണ്ടാവും. എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് INTR1, INTR0 എന്ന് പറഞ്ഞ 2 എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് നിങ്ങൾ പഠിച്ചു. അതുകൂടാതെ തന്നെ ടൈമർ ഇൻട്രപ്റ്റ്സ് നിങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റ്സ് പഠിച്ചു. അപ്പോൾ അതിനകത്ത് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നതെല്ലാം ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ആയിരിക്കും. ഇന്റേണൽ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നതെല്ലാം സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്റേണൽ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളുടെ രജിസ്റ്ററുകളിലെ കണ്ടന്റ് ഇന്നതാവുന്ന സമയത്ത് ഒരു സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യും. അത് മാസ്കബിൾ ആയിരിക്കും. എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മാനുവലി ഒരു സ്വിച്ച് യൂസ് ചെയ്തിട്ട് പുറത്തുനിന്ന് കൊടുക്കുന്ന ഇൻട്രപ്റ്റ് ആണ് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്. എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് എപ്പോഴും നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആയിരിക്കും. അപ്പം മാസ്കബിൾ നോൺ മാസ്കബിൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആ ഇൻട്രപ്റ്റിന്റെ മുകളിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇൻട്രപ്റ്റിനെ കൊടുക്കാം. അങ്ങനെ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ വേറെ ഇൻട്രപ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആ ഇൻട്രപ്റ്റിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് വേറൊരു ഇൻട്രപ്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ജനറൽ പ്രോഗ്രാമിനെ പറ്റിയിട്ടോ ചിന്തിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ഉണ്ട്, ഇന്റേണൽ ഇൻട്രപ്റ്റുകളുണ്ട്. സ്ലീപ്പ് മോഡ് നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും. അപ്പം കമ്പ്യൂട്ടർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫോൺ ആണെങ്കിൽ പോലും സ്ലീപ്പ് മോഡ് ഉണ്ട്. ഇതിന് 6 സ്ലീപ്പ് മോഡുകൾ Atmega 32 ഉണ്ട്. ഐഡിൽ മോഡ്, ADC നോയിസ് റിഡക്ഷൻ മോഡ്, പവർ സേവിംഗ് മോഡ്, പവർ ഡൗൺ മോഡ്, സ്റ്റാൻഡ് ബൈ മോഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് സ്റ്റാൻഡ് ബൈ മോഡ്. അപ്പോൾ ഈ 6 മോഡുകൾ ഉണ്ട് എന്ന് മാത്രം തൽക്കാലം പഠിച്ചാൽ മതി. ഇതിന്റെ പാക്കേജുകളെ പറ്റി പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. 32 പ്രോഗ്രാമബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട്, 32 IO ടെർമിനൽസ് ഉണ്ട്. അത് പോർട്ട് A, പോർട്ട് B, പോർട്ട് C, പോർട്ട് D എന്ന് 8 ആക്കി തിരിച്ചിരിക്കുന്നു. പിന്നെ പാക്കേജ് നോക്കുന്ന സമയത്ത് ഡിപ്പ് പാക്കേജ് ആണെങ്കിൽ 40 പിന്ന്. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ കണ്ട ഇത് 40 പിന്ന് ഡിപ്പ്. അതിന് പകരം ഇപ്പം നമ്മുടെ അടുത്തുള്ളത് PQRF പാക്കേജ് ആണെങ്കിൽ അത് 44 പിന്നായിരിക്കും. PQRF is 44. അപ്പം നമ്മൾ PQRF അവിടെ കാണിച്ചു. PQRFന് നോക്കിയാൽ അറിയാം 11, ഒരു സൈഡിൽ 11 പിന്നുണ്ട്. 11 × 4 44 പിന്നിലാണ് PQFP പാക്കേജ് വരുന്നത്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജസ്, ദ മിനിമം വോൾട്ടേജ് ഈസ് 2.7 വോൾട്ട് ആൻഡ് മാക്സിമം വോൾട്ടേജ് ഈസ് 5.3 വോൾട്ട്. അതായത് TTL ലോജിക്ക് തന്നെ ഇത് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് VCC കൊടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് ഇത് വർക്ക് ചെയ്യും. ഇനി നമുക്ക് എത്ര സ്പീഡ് ഗ്രേഡുകൾ പോസിബിൾ ആണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ സ്പീഡ് 16 മെഗാഹെർട്സ് കൊടുക്കുമ്പോൾ 16 MIPSലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ കൊടുക്കുന്ന ഫ്രീക്വൻസീനെ അല്ലെങ്കിൽ ഇൻപുട്ട് ക്ലോക്കിനെ നമുക്ക് 0 മുതൽ 16 മെഗാഹെർട്സ് വരെയുള്ള ഏത് ഫ്രീക്വൻസി വേണമെങ്കിലും നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതിനനുസരിച്ച് സ്പീഡ് മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ 16 മെഗാഹെർട്സിൽ 16 MIPS കിട്ടിയപ്പോൾ നമ്മൾ 10 മെഗാഹെർട്സ് കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ 10 MIPS കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ക്ലോക്ക് ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഇതിന്റെ സ്പീഡിൽ വ്യത്യാസങ്ങൾ വരും. Coming to the power consumption, the power consumption to 1 megahertz 3 volt 25 degree കണ്ടീഷൻസ് കൊടുത്തു. 1 megahertz ഇൻപുട്ട് കൊടുത്തു, 3 വോൾട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു, 3 വോൾട്ട് VCC കൊടുത്തു. 25 ഡിഗ്രിയിലാണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മോഡിനനുസരിച്ച് ആക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 0.6 മില്ലി ആംപിയർ ഈസ് ദ പവർ കൺസംപ്ഷൻ, ഈസ് ദി എമൗണ്ട് ഓഫ് കറണ്ട് ഡ്രോൺ ബൈ ദ മൈക്രോ കൺട്രോളർ. ഐഡിൽ മോഡിലാണെങ്കിൽ 0.2 മില്ലി ആംപിയർ, പവർ ഡൗൺ മോഡിലാണെങ്കിൽ 1 മൈക്രോ ആംപിയറിനേക്കാളും കുറവ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ മറ്റുള്ള മൈക്രോ കൺട്രോളറിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കാരണം ഇതിന്റെ സ്പീഡ് കൂടുതലാണ് താനും അറ്റ് ദ സെയിം ടൈം ഇതിന്റെ പവർ കൺസംപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുന്ന സമയത്ത് ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ എഴുതണം. സോ എനി ഡൗട്ട്സ്?
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കുറേ നിങ്ങൾ മൈക്രോ കൺട്രോളറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിനെ വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞ് ലിങ്ക് ചെയ്തിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഈവൻ ആഫ്റ്റർ ദാറ്റ് ഇഫ് യു ഹാവിങ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്, നോ ഇഷ്യൂസ്. കൺസെപ്റ്റ് വൈസിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കും. Okay, then now we can move into the simplified block diagram and detailed block diagram. First, we can see a simplified block diagram. As we already know, there will be always a CPU. There will be always a CPU in the for controlling the microcontroller. To the CPU, we are connecting a program ROM. To the CPU, we are connecting a program ROM. Program ROM is actually used for storing your program, and as we know, the size is 2 kilobyte. 2 kilobyte ആണ് program memory size. Then we are having another bus. In that bus is actually called your data bus. A data bus like we are connecting a data memory, data EEPROM. Okay, data EEPROM. അപ്പോൾ program ROM, sorry ഞാൻ പറഞ്ഞ മാറിപ്പോയി, program ROM എന്ന് പറയുന്നത് ഫ്ലാഷ് ആണ്. Program ROM is 32 kilobyte. ഞാൻ 2 kilobyte എന്നാ പറഞ്ഞത്. Program ROM is 32 kilobyte and program ROM is our flash memory. Program ROM is our flash. And the size is 32K. Data EEPROM we are having. This is for storage of the data. Which data? ഇതിൽ നമ്മൾ വെക്കുന്ന ഡേറ്റ എങ്ങനത്തെ ഡേറ്റ ആയിരിക്കണം ആലോചിച്ചാൽ തന്നെ അറിയണം. റോം ആണ്, അപ്പോൾ കറണ്ട് പോയാൽ നഷ്ടപ്പെടില്ല. അപ്പം അതുകൊണ്ട് ഏത് ഡേറ്റയാണോ കറണ്ട് പോയാലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്തത് അങ്ങനത്തെ ഡേറ്റ മാത്രമേ ഇവിടെ വെക്കുന്നു ഡേറ്റ EEPROM. ഡേറ്റ EEPROMന്റെ സൈസ് എന്ന് പറയുന്നത് 1 kilobyte. This is 1 kilobyte. Then we are having a data RAM. ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഡേറ്റ മെമ്മറി. ഇത് വോളാറ്റൈൽ ആണ്, കറണ്ട് പോയാൽ നഷ്ടപ്പെട്ടു പോകും. ഇതിന്റെ സൈസ് 2 kilobyte. അപ്പോൾ ഇത് മൂന്നും ക്ലിയർ ആയിരിക്കണം. നിങ്ങളുടെ ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാം റോം ആണ്, 32 kilobyte ആണ് അതിന്റെ സൈസ്. നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഡേറ്റ മെമ്മറി എന്ന് പറയുന്ന ഡേറ്റ റാം ആണ്, അതിന്റെ സൈസ് 2 kilobyte ആണ്. പിന്നെ കറണ്ട് പോയി അല്ലെങ്കിൽ സപ്ലൈ പോയി കഴിഞ്ഞാലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ നിങ്ങൾക്കൊരു EEPROM അവൈലബിൾ ആണ്, അതിന്റെ സൈസ് 1 kilobyte. Then we are having an interrupt unit. That interrupt unit will be controlling all the external interrupts and your internal interrupts. Then we are having ports. Ports, we know that ports are actually the terminals through which you can communicate to the external world. So that is, we can connect input devices into the ports, and also we can connect output devices to the ports. So if you want to connect an input device, that port terminal or the complete port has to be configured as an input port. And if you want to connect an output device, that port has to be configured as an output port. അപ്പോൾ ഇവിടെ 4 പോർട്ട് ഉണ്ട്. പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി, പോർട്ട് ഡി. ഓരോന്നും 8 ബിറ്റ് വൈഡാണ്. അപ്പോൾ 32 IO ടെർമിനൽസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്, just like 8051. Then we are having timers here. In 8051 we are having 2 timers. 8052 we are having 3 timers. Similarly in Atmega 32 we are having 3 timers. Timer 0 and timer 2 are 8-bit timers, and timer 1 is 16-bit timer. Okay, and all the other peripherals like USART, SPI, CAN, all these are considered as the other peripherals. To control the CPU, we are having an oscillator. This oscillator frequency we can change from 0 Hz to 16 megahertz. So if we can connect a crystal to the oscillator, and also along with the crystal there should be 2 capacitors. This is a simplified AVR diagram. ഈ AVR diagram നിങ്ങൾ 8051 സിംപ്ലിഫൈഡ് ഡയഗ്രത്തിൽ നിന്നും കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. ഈ പ്രോം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അതർ പെരിഫറൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എക്സാമിന് സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കണം. ഈ ഓരോ എന്താ പറയുക ബ്ലോക്കിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.
ഇതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ? അതൊന്നും ഉണ്ടെന്നില്ല. Now we are moving into the detailed block diagram of AVR microcontroller. So this is the detailed diagram of AVR microcontroller. So the thing is that this is little bit huge and complicated. It is not simple as the simplified block diagram. So what I am going to do is that I am going to divide this total block diagram into 3 parts, and I will explain each part one by one. ഞാൻ ഇതിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം. So I will be dividing into 3 parts, and I am taking the first part. മുകളിലെ ഭാഗം മാത്രം ആദ്യം എടുക്കാണ്. So I will be going to explain this part in detail. So you can see that we are having a VCC, we are having a ground, and the other thing we are having is that we are having 4 ports. So 4 ports, port A and port C is being denoted in the upper part. ഇവിടെ എന്തൊക്കെയുള്ളത്? Port digital interface and port drivers. So for each port you will be having drivers. So here you can see that here we are having a driver for port A. We are giving the input PA0, PA2, PA3 etc. up to PA7. 8 inputs terminals ഇവിടെ കൊടുത്തു. ആ നേരെ കൊടുക്കുന്ന ഡ്രൈവേഴ്സ് അഥവാ ബഫേഴ്സിലേക്കാണ്. അവിടെ നിന്നും ആ ഡേറ്റ ഇറ്റ് ഈസ് ബീങ് ഗിവൺ ടു ദി ഡിജിറ്റൽ ഇന്റർഫേസ്. The same is applicable to port C also. PC0 to PC7 input terminals is given to the port C drivers. The port C drivers, it is connected to the digital interface. Okay. പിന്നെ നമുക്കിവിടെ എന്താ ഉള്ളത്? Then we are having two-wire interface is being given. TWI stands for two-wire interface. So we are having a bus here. ആ ബസ്സിലേക്ക് നമ്മൾ 2-wire ഇന്റർഫേസ് കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ നമുക്ക് ADC ഇന്റർഫേസ് ഇവിടെ ഉണ്ട്. ADC ഇന്റർഫേസ് പഠിച്ച സമയത്ത് അല്ലെങ്കിൽ പിന്നോട്ട് പഠിച്ച സമയത്ത് നമ്മൾ 2 പിന്ന് നോക്കിയിരുന്നു, AVCC ആൻഡ് A റെഫറൻസ്. AVCC എന്ന് പറയുന്നത് എന്താണ്? AVCC എന്ന് പറയുന്നത് നമ്മളുടെ ADCയുടെ VCC ആണ്. A റെഫറൻസ് എന്ന് പറയുന്നത് ആ ADCയുടെ റെഫറൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു മക്സ് ആൻഡ് ADCയിലേക്കാണ് ഇങ്ങനെ 2 ടെർമിനൽ കൊടുത്തിരിക്കുന്നത്. ആ മക്സിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് PA0 to PA7 ആണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ PA0 to PA7ലേക്ക് മൾട്ടിപ്ലക്സ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ADC ആണ്. ഓക്കെ, അപ്പം നോക്കിയാൽ അറിയാം അവിടെ നിന്ന് നേരെ ആ കണക്ഷൻസ് എടുത്തിട്ട് മക്സ് ഓർ ADCക്ക് കൊടുത്തു. ആ മക്സ് ഇതിനകത്ത് നിന്ന് ഏത് ഇൻപുട്ടാണോ ഓരോ ഇൻപുട്ടിനെ എടുത്തിട്ട് ADC ഇന്റർഫേസിലേക്ക് കൊടുക്കുന്നു, ആൻഡ് ADC ഈസ് ബീങ് എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ. അപ്പോൾ ടോപ്പ് പോർഷനകത്ത് നമുക്ക് 2 പോർട്ട് എയും പോർട്ട് സിൻ്റെയും ഡ്രൈവേഴ്സ് അഥവാ ബഫേഴ്സ് ഉണ്ട്, ആൻഡ് അതിൻ്റെ ഡിജിറ്റൽ ഇൻ്റർഫേസും ഉണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന 2-wire ഇൻ്റർഫേസ് ആണ് നമ്മൾ കൊടുക്കുന്ന. നമുക്ക് താഴേക്ക് വരുമ്പോൾ അറിയാം PC0 PC7ലേക്കാണ് നമുക്ക് ആ 2-wire ഇൻ്റർഫേസ് വരുന്നത്, പോർട്ട് സിയിലേക്ക് 2-wire ഇൻ്റർഫേസ് അവിടെ കൊടുത്തു. ദെൻ വി ആർ ഹാവിങ് എൻ ADC ഇൻ്റർഫേസ് ആൻഡ് there is a mux and ADC for performing the selection and conversion from analog to digital. ഇതാണ് മുകളിലത്തെ വശം. Now we can come to the middle portion. ഈ മിഡിൽ പോർഷൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നതെല്ലാം എൻ്റെ ALU ആണ്. എൻ്റെ എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്ന ALUവിനെയാണ് ഞാൻ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് യു ക്യാൻ സീ ദർ ഇസ് എ പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ നിങ്ങൾ ഓൾറെഡി 8051 പഠിച്ചതാണ്. പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ വിച്ച് ഈസ് ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. ഇനി അടുത്ത ഇത് ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എവിടെയാണോ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ മെമ്മറിയുടെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടർ സ്റ്റോർ ചെയ്യുന്നത്. നമുക്കറിയാം പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്ലാഷ് മെമ്മറിയാണ്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് പ്രോഗ്രാം ഫ്ലാഷിലേക്കാണ്. ഓക്കെ, ദെൻ ഹിയർ വി ആർ ഹാവിങ് എ സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്റർ എന്തായിരുന്നു? സ്റ്റാക്ക് പോയിന്റർ പോയിന്റ്സ് ടു ദി ബോട്ടം ഓഫ് ദ സ്റ്റാക്ക് എന്ന് പഠിച്ചിട്ടുണ്ട്.
നമ്മളുടെ മെയിൻ മെമ്മറിയുടെ, നമ്മുടെ റാമിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്ക് പോയിന്റർ എന്താ ചെയ്യേണ്ടതെന്ന്, സ്റ്റാക്ക് പോയിന്റർ ഒരു അഡ്രസ്സ് ഹോൾഡ് ചെയ്യും. ആ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ്സ് ഏതായിരിക്കും? ആ റാമിൻ്റെ സ്റ്റാക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ ആ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആയിരിക്കും എപ്പോഴും സ്റ്റാക്ക് പോയിന്റർ ഹോൾഡ് ചെയ്യും. ഓക്കെ. അതിനുശേഷം ഇവിടെ താഴെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്. പ്രോഗ്രാം കൗണ്ടറിൽ ഏതാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ്സ് നേരെ പ്രോഗ്രാം ഫ്ലാഷിലേക്ക് കൊടുക്കും. അപ്പോൾ പ്രോഗ്രാം ഫ്ലാഷിൽ നിന്നും ഞാൻ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. അത് നേരെ എങ്ങോട്ട് വരും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വരും. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് ആ വാല്യൂ വന്നാൽ അത് നേരെ ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് പോകും. ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്തായിരിക്കും ചെയ്യേണ്ടാവുക? എന്താണോ ആ ഇൻസ്ട്രക്ഷൻ, ആഡ് ആണെങ്കിൽ ആഡ്, മള്ളാണെങ്കിൽ മള്ള്, ഡിവ് ആണെങ്കിൽ ഡിവ്, മൂവ് ആണെങ്കിൽ മൂവ്, ഏതോ ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുകയും ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ടു ദ കൺട്രോൾ ലൈൻസ്. ഇതാണ് സി പി യുവിൻ്റെ മെയിൻ ഭാഗമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പോർഷൻ ഇവിടെ കാണിച്ചു. രണ്ടാമത് ഇവിടെ ഉള്ളത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്ന 3 സ്പെഷ്യൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ കോമ്പിനേഷൻ ഓഫ് R30 ആൻഡ് R31. ഇസഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 2 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന്റെ കൂടി ചേർന്നിട്ടുള്ളതാണ്. നിങ്ങൾ DPTR പഠിച്ചിരുന്നു. DPTR 8051 എക്സ്റ്റേണൽ മെമ്മറിയിൽ നിങ്ങൾക്ക് ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡ്രസ് ബസ്സിൻ്റെ സൈസ് 16 ബിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് 8 ബിറ്റ് രജിസ്റ്ററേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? 2 രജിസ്റ്റർ എടുത്തു, DPTR എന്ന് പറഞ്ഞു. അപ്പോൾ DPTL, DPTH എന്ന് പറയുന്ന 2 രജിസ്റ്റർ കൂട്ടി ചേർന്നപ്പോഴാണ് നിങ്ങൾക്ക് DPTR കിട്ടി. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമുക്ക് രജിസ്റ്റേഴ്സ് ഉള്ളത്, നമുക്ക് നമ്മളുടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ R0 മുതൽ ഇവിടെ R31, R31ന്റെ മുകളിലുള്ളത് R30, R30യുടെ മുകളിലുള്ളത് R29, ഇങ്ങനെ മുകളിലേക്ക്. ഇതിനകത്ത് ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് R31, R30. ഇതാണ് ഇസഡ് രജിസ്റ്റർ. വൈ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് R29, R28. എക്സ് എന്ന് പറഞ്ഞാൽ R27 ആൻഡ് R26. ഇതിൽ ഈ ഓരോന്നും 8 ബിറ്റാണ്. ഓരോന്നും 8 ബിറ്റാണ്. അപ്പൊ ഇസഡും വൈയും എക്സും എന്ന് പറയുന്നത് 16 ബിറ്റ്. ഓക്കെ. അപ്പോൾ ഈ എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ രണ്ട് ജനറൽ പർപ്പസ് രജിസ്റ്ററിന്റെ കോമ്പിനേഷനാണ്. ഏറ്റവും താഴെയുള്ളതിന്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ 31, 30 കൂടി ചേർന്നത്, വൈ എന്ന് പറഞ്ഞാൽ R29 ആൻഡ് R28, എക്സ് എന്ന് പറഞ്ഞാൽ R27 ആൻഡ് R26. അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഇറ്റ് ഇസ് ഡയറക്ട്ലി ഗിവൻ ടു ദ ALU. ALU വിൽ പെർഫോം എനി അരിത്മെറ്റിക് ഓപ്പറേഷൻ ഓർ ലോജിക് ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ടു ദ സ്റ്റാറ്റസ് രജിസ്റ്റർ. ഓക്കെ. സ്റ്റാറ്റസ് രജിസ്റ്റർ നിങ്ങൾ മറ്റേതെല്ലാം പഠിച്ചിട്ടുണ്ട്. PSW, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവുക? ഫ്ലാഗുകൾ ഉണ്ടാവും. ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, എക്സെട്ര എക്സെട്ര. അപ്പോൾ ALUവിൻ്റെ ഓപ്പറേഷനാണ് നമ്മുടെ ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ പല വാല്യൂസിനെയും തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 2 വാല്യൂസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ റിസൾട്ട് 0 ആണ്. 2 സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് 0 ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് യുവർ സീറോ ഫ്ലാഗ് വിൽ സെറ്റ്. സീറോ ഫ്ലാഗ് സെറ്റ് ആവും. 2 വാല്യൂ നമ്മൾ ആഡ് ചെയ്തു, 2 8 ബിറ്റ് വാല്യൂ ആഡ് ചെയ്തു, കിട്ടിയ റിസൾട്ട് 9 ബിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദിസ് കേസ് ഓൾസോ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? അപ്പം ഇത്രയും ഭാഗമാണ് നിങ്ങളുടെ CPU. ഇത്രയും ഭാഗമാണ് നിങ്ങളുടെ CPU. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാം. An oscillator. From here you can see that an oscillator is coming from the external source. നമുക്ക് എക്സ്റ്റേണൽ ഓസിലേറ്റേഴ്സ് നമുക്ക് ഇവിടെ ഓസിലേറ്ററിൻ്റെ പാർട്ട് നമുക്ക് ഇവിടെ കാണിക്കാം. കാരണം ഓസിലേറ്റർ എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് തന്നെ ടൈമറിനെയും കൗണ്ടറിനെയും കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കേണ്ടത് ഓസിലേറ്ററാണ്.
Okay. So we are having an internal oscillator which is connected to the watchdog timer. Then we are having an external oscillator by connecting a crystal. Crystal connected. Then we are having MCU control and timing, which controls the speed of the operation. Then we are having an interrupt unit. Internal calibrator oscillator is there. And then we are having an EEPROM. ഇത്രയാണ് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ. ഈ സെൻട്രൽ പോർഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മുകളിലുള്ളത് എന്തായിരുന്നു? മുകളിലുണ്ടായിരുന്ന പോർട്ട് എയും പോർട്ട് സിയുമാണ്. അതിൻ്റെ സ്ഥാനത്ത് പോർട്ട് ഡിയും പോർട്ട് ഡിയും വന്ന ഇറ്റ് വിൽ ബി ദ ബോട്ടം പോർഷൻ. സോ മെയിൻ പോർഷൻ ഓഫ് ദി മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഈ സെൻട്രൽ പോർഷനാണ്. Now coming to the last portion. This last portion, we are having an SPI. Our programmable logic is there. We are having an SPI actually here, which is serial peripheral interface. Then we are having USART, Universal Synchronous Asynchronous Receiver Transmitter. Now already ഒരു കമ്പറേറ്ററിനെ പറ്റി പറഞ്ഞിരുന്നു. ഇതൊക്കെ കമ്പറേറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ കമ്പറേറ്റർ ഇൻ്റർഫേസ്. ഇത്രയും കാര്യങ്ങൾ താഴെ വരുന്നു. പിന്നെ മുകളിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ പോർട്ട് ബി, പോർട്ട് ഡി. പോർട്ട് ബി PB0 to PB7, പോർട്ട് ഡി PD0 to PD7. ഡ്രൈവേഴ്സ് ആൻഡ് ബഫേഴ്സ് ഉണ്ട്, ഡിജിറ്റൽ ഇൻ്റർഫേസ് ഉണ്ട്, ഇറ്റ് ഈസ് ഗിവൺ ടു ദ ബസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ രണ്ട് ടെർമിനലിലെ വോൾട്ടേജ് ആണ് എങ്ങോട്ട് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ടു ദ കമ്പറേറ്റർ. ദിസ് ഈസ് ദ കമ്പറേറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ടു ദ കമ്പറേറ്റർ ഇൻ്റർഫേസ്. ഇത്രയുമാണ് നമ്മളുടെ ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ എക്സാമിനേഷന് സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കാറുണ്ട്, ഡീറ്റെയിൽ ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കാറുണ്ട്. ഇത് രണ്ടും പഠിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എനി ഡൗട്ട്സ്? 8051 അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടി എളുപ്പമായിരിക്കും. ഇറ്റ് വിൽ ബി ഈസി. എനി ഡൗട്ട്സ്?